നമസ്കാരം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉപദേശിച്ച ഗുരുവിൻ്റെ നാടാണ് നമ്മുടേത്. പക്ഷേ ഔചിത്യബോധവും വകതിരിവും വിദ്യാഭ്യാസത്തിലൂടെയും മികച്ച ഉദ്യോഗത്തിലൂടെയും ലഭിക്കുന്നില്ല എന്നതാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ലോകത്തൊരുപാട് മരണങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാറുണ്ട്. അജ്ഞാതരായ മനുഷ്യരെ ഓർത്തുപോലും നമ്മൾ ചിലപ്പോൾ വേദനിക്കും. ആരുമല്ലാത്തവരെയും ഓർത്ത് കരഞ്ഞെന്നിരിക്കും. അവരുടെ ജാതിയോ മതമോ കുലമോ നമ്മൾ നോക്കുന്നതേയില്ല. അത് സംസ്കാരത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ലക്ഷണമാണ്. സഹജീവി സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അഹമ്മദാബാദിൽ യാത്രാവിമാനം തകർന്ന് 246 പേർ മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. മരിച്ചവരിൽ UK നേഴ്സായിരുന്ന മലയാളി രഞ്ജിത ജി നായരും ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ നാടിൻ്റെ വേദനയുടെ ആഴം കൂടി. അവരുടെ സ്വപ്നങ്ങളുടെയും ജീവിതങ്ങളുടെയും കഥ നമ്മോട് നേരിട്ട് പറഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് രഞ്ജിതയുടെ അമ്മ കരഞ്ഞ രംഗം നമ്മളെ ശരിക്കും കണ്ണീരിലാഴ്ത്തി. കോഴഞ്ചേരി ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായ അവർ ജോലി തേടി വിദേശത്ത് പോയത് ഒരു നല്ല വീട് വയ്ക്കാനും കുടുംബം പുലർത്താനും കൂടുതൽ ശമ്പളം വേണമെന്ന് തോന്നിയിട്ടാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും ഒരു മകളും ക്യാൻസർ രോഗിയായ മാതാവുമാണ് അവർക്കുള്ളത്. പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഈ ദാരുണമായ ദുരന്തമുണ്ടായത്. അവരുടെ ഭർത്താവിനെപ്പറ്റി ഒന്നും വാർത്തകളിൽ പറയുന്നില്ല. അതെന്തുമാകട്ടെ, ഉയർന്ന ശമ്പളം തേടി സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് ആളുകൾ പുറത്തു പോകുന്നത് ഒരു പുതുമയൊന്നുമല്ല. അതേ രഞ്ജിതയും ചെയ്തിട്ടുള്ളൂ. തിരിച്ചു വരേണ്ട സമയമായപ്പോൾ അവർ തിരിച്ചു വന്നു. ആ ദുരന്തത്തിൻ്റെ ഭീകരത കണ്ട് ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാത്ത ആരുമുണ്ടാകില്ല. എന്നാൽ എത്ര വിചിത്രമായാണ് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ പ്രതികരണങ്ങൾ. ഇതറിയുമ്പോഴാണ് നമ്മുടെ പ്രതിബദ്ധതയും പ്രബുദ്ധതയും ഓർത്ത് കേരളം നാണം കെട്ടു നിൽക്കുന്നത്. അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ ജാതി വെളിവായതോടെ അവരെ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ച് അവരുടെ ആ മരണത്തെ പോലും ആഘോഷമാക്കിയ ഒരു മനുഷ്യ മൃഗമാണിന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രഞ്ജിതയെപ്പറ്റി ആക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തിയ ശേഷം അയാൾ പറയുന്നു, മരിച്ചതിൽ ഒന്നും തോന്നുന്നില്ല, ഏവർക്കും ആദരാഞ്ജലികൾ. അവിടം കൊണ്ടും തീർന്നില്ല ആ മാലിന്യം നിറഞ്ഞ തലച്ചോറുള്ള മനോരോഗിയുടെ ജൽപ്പനങ്ങൾ. കിട്ടേണ്ടത് കിട്ടിയത്രേ. അയാളുടെ കമൻറ്റുകൾ ഇതിനോടകം നാടൊന്നടങ്കം നവമാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞതിനാൽ പറയേണ്ടതില്ല. ഈ കമൻ്റ് ഇട്ടത് വിദ്യാഭ്യാസമോ ഉദ്യോഗമോ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനോ ഏതെങ്കിലും വിവരദോഷിയോ അല്ല. അയാൾ കാഞ്ഞങ്ങാട്ടെ ഡെപ്യൂട്ടി തഹസിൽദാരാണ്. ശവന്തീനിയേക്കാൾ ഹീനമായ ഈ മനുഷ്യൻ്റെ പേര് കേട്ടില്ലേ? പവിത്രൻ. അവനെ സ്വന്തമായി വിളിക്കുന്നത് പവി എന്നാണ്. മരണത്തിൽ ഒന്നും തോന്നുന്നില്ല. കാരണം മരിച്ചത് അവൻ്റെ ആരുമല്ല. ഈ പവിമോൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും രഞ്ജിതയെ കണ്ടിട്ടില്ല. ആ സ്ത്രീയെപ്പറ്റി അവനൊന്നും അറിയുകയുമില്ല. അവരുടെ കുടുംബജീവിതമോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അറിയില്ല. അവർ നായരാണെന്ന് മാത്രം അറിഞ്ഞു. ഇങ്ങനെ വ്യക്തിപരമായി ഒന്നും അറിയാതെ ഒരാളെപ്പറ്റി തനിക്കൊരു ദ്രോഹവും ചെയ്യാത്ത ഒരു സ്ത്രീയുടെ മരണത്തിൽ ഇവൻ ഇത്രമാത്രം ആനന്ദിച്ചതിൻ്റെ പിന്നിൽ വെളിവാകുന്നത് ജാതിഭ്രാന്ത് തന്നെയാണ്. മേൽജാതിക്കാരൻ്റെ ഭ്രാന്തിനെ പോലെ തന്നെ അപകടകരമാണ് കീഴ്ജാതിക്കാരൻ്റെ ഭ്രാന്തും. ഈ ജാതിഭ്രാന്തൻ്റെ അരികിലേക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്നവരെ എങ്ങനെയാകും ഈ സാമദ്രോഹി കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഇന്ന് നവമാധ്യമങ്ങൾ ചോദിക്കുന്നത്. തന്നെ ദ്രോഹിക്കുകയോ തൻ്റെ അവസരങ്ങൾ തട്ടിയെടുക്കുകയോ ചെയ്തിട്ടുള്ള കടുത്ത ശത്രുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ അങ്ങനെ തന്നെ വരണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർ പോലും അത് തുറന്നു പറയാറില്ല. ഒരു സമുദായത്തിലെ സ്ത്രീകളെ മുഴുവൻ ലൈംഗികമായ പരാമർശങ്ങൾ നടത്തി അടച്ചാക്ഷേപിക്കുന്ന ഹീനമായ കമൻ്റാണ് ഇയാളുടേത്. സംഭവം വിവാദമായതോടെ ഈ നികൃഷ്ടജീവി മാപ്പ് പറഞ്ഞ് കമൻ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഞൊടിയിടയിൽ അത് നാടാകെ പരന്നു. ചാനലുകൾ വാർത്തയാക്കി. മന്ത്രി ഇടപെട്ടതോടെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. രാത്രി വീട്ടിലെത്തിയാലുടൻ കൈക്കൂലി കിട്ടിയ കാശുകൊണ്ട് കുപ്പി വാങ്ങി കട്ടിലിൻ്റെ അടിയിൽ വെച്ച് നിരന്തരം സേവിക്കുകയും മര്യാദകെട്ട കമൻറ്റുകൾ നവമാധ്യമങ്ങളുടെ വിളമ്പുകയും ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും ഈ പവിത്രനും ഭാര്യയും മകളുമുണ്ട്. ഭാര്യാസമേതനായി ക്ഷേത്രദർശനം നടത്തിയ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു ഭക്തനാണെന്നും മനസ്സിലാകും. പവിത്രന് മേൽജാതിക്കാരായ സ്ത്രീകളോട് കടുത്ത പകയാണെന്ന് തോന്നുന്നു ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ. പരീക്ഷ എഴുതിയോ അച്ഛൻ മരിച്ചതിൻ്റെ ഒഴിവിലോ സംവരണത്തിൻ്റെ ആനുകൂല്യത്തിലോ ഒക്കെയാകും ചിലപ്പോൾ പവിത്രനും ജോലിയിൽ കയറിയത്. ഡെപ്യൂട്ടി തഹസിൽദാരുടെ പദവിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. നാളെ തഹസിൽദാറായെന്നും വരും. അല്പം കൂടി മൂത്താൽ ADM വരെയാകും.
അങ്ങനെയുള്ള ആളിന് ഇങ്ങനെ ഒരു ജാതി ചിന്ത വളർത്തേണ്ട യാതൊരു വിധമായ ആവശ്യവുമില്ല. സമ്പത്തും ഉദ്യോഗവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാകും. അവിടെ ജാതി മാഞ്ഞു പോകും. അയാൾക്ക് വ്യവസ്ഥിതികളോട് കലഹിക്കേണ്ടി വരുന്നതേയില്ല. സമൂഹത്തോട് ശത്രുത പുലർത്തേണ്ട യാതൊരു കാര്യവുമില്ല. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ഈ ജാതിഭേദമോ ജാതിസ്പർദ്ധയോ നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന മനുഷ്യർ ജാതിഭേദങ്ങളില്ലാതെ ഒന്നിച്ചു തൊഴിലെടുത്തും പരസ്പരം കടം വാങ്ങിയും ഷെയറിട്ടടിച്ചും മനുഷ്യജീവിത പരിസരങ്ങളെ സചേതനമാക്കി പുലർന്നു പോരുന്നു. ഉന്നതമായ സർക്കാർ ജോലിയുള്ളവനും ചില ആക്ടിവിസ്റ്റുകൾക്കും കുറേ ബുദ്ധിജീവികൾക്കും കോളേജ് അധ്യാപകർക്കും നാലാളറിയുന്ന സെലിബ്രിറ്റികൾക്കുമൊക്കെയാണ് ഇപ്പോൾ ജാതിക്കഴപ്പ് കൂടി വരുന്നത്. എന്തായാലും ഗോവിന്ദൻ മാഷ് വിഭാവനം ചെയ്ത വേടൻ്റെ കേരളം ഇതാ വന്നു കഴിഞ്ഞു. തൊഴിൽ ചെയ്ത സ്ഥാപനത്തെ കൊള്ളയടിച്ച 3 പെണ്ണുങ്ങൾ ജാതിക്കളിയുമായി ഇറങ്ങിയതൊക്കെ അതിൻ്റെ പ്രതിഫലനമാണ് ഗോവിന്ദൻ മാഷെ. കെ വിജയൻ്റെ സ്വപ്ന കേരളത്തേക്കാൾ വേഗം വരട്ടെ നമ്മുടെ വേടൻ്റെ കേരളം. ഈ വിഷയത്തിൽ ഒരാളിട്ട കമൻറ്റ് കൂടി വായിക്കട്ടെ. ഉയർന്ന ജാതിക്കാരനെ പൂർവികരുടെ ജീവിത സാഹചര്യങ്ങളും പഴയ കാലവും വെച്ച് അധിക്ഷേപിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല, കേസുമില്ല. കൈകൊട്ടിച്ചിരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുമുണ്ട്. തിരിച്ചാണ് പറഞ്ഞതെങ്കിൽ തീർന്നു അവൻ്റെ കഥ. ഇതാണ് ഈ നാട്ടിലെ വ്യവസ്ഥിതി. ഇങ്ങനെയൊക്കെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ജാതിഭ്രാന്തന്മാർക്ക് കഴിയുന്നുണ്ട്. പവിത്രനെ പോലെയുള്ള ഞരമ്പന്മാർ നാളെയും വരും. ഇന്നലകളിലും അവരുണ്ടായിരുന്നു. പണ്ട് പ്രളയകാലത്ത് മാതൃസഹജമായ സ്നേഹത്തോടെ ഒരു യുവതി ഒരു പോസ്റ്റ് ഇട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാൻ റെഡി. രാത്രി സ്വല്പം അടിച്ചിട്ടിരുന്ന ഒരുത്തൻ അതിന് കമൻ്റ് ഇട്ടു. പോത്തുപോലെ വളർന്ന ആ നാറിക്ക് കൊതിയാണത്രേ മുലപ്പാൽ കുടിക്കാൻ. നാട്ടുകാർ ശ്വാസം വിടാൻ സമയം കൊടുക്കാതെ അവനെ ശരിക്കും പാല് കുടിപ്പിച്ചു. എന്തായാലും കാഞ്ഞങ്ങാട്ടെ ഡെപ്യൂട്ടി തഹസിൽദാർക്കും ഇനി കുറച്ചുനാൾ കുശാലാണ്. ഈ വിവരദോഷി കാരണം അവൻ്റെ ഭാര്യയും മകളുമൊക്കെ എത്രമാത്രം ധർമ്മസങ്കടത്തിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. എന്തൊക്കെയോ അപകർഷതാബോധത്താൽ മനോനില തകർന്ന ഒരുത്തനാണിതെന്നുള്ള കാര്യം വ്യക്തമാണ്. നന്ദി.